ഇനി ഇന്ത്യയിലും ഇന്റർനെറ്റ് പറപറക്കും. അമേരിക്കയിലെ കോടീശ്വരനായ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിലും വരുന്നു. ഇതിനോടകം തന്നെ ഇന്ത്യയിലെ പ്രമുഖ മൊബൈൽ സേവന ദാതാക്കളായ റിലയൻസ് ജിയോയുമായും എയർടെല്ലുമായും കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. അമേരിക്കയിലെ സ്പേസ് എക്സ് കമ്പനിയുടെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക്. ഇന്ത്യയിൽ വാണിജ്യപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ലൈസൻസുകൾക്കായി സ്റ്റാർലിങ്ക് 2022 മുതൽ ഇന്ത്യ ഗവൺമെന്റിന് അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ സ്വകാര്യതയും സുരക്ഷയും കണക്കിലെടുത്ത് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനം വൈകിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പൊടുന്നനെ ഇന്ത്യയിലെ ടെലികോം കമ്പനികളുമായി കൈകോർത്തുകൊണ്ട് മുന്നേറ്റം നടത്താം എന്ന തീരുമാനം സ്റ്റാർലിങ്ക് എടുത്തത്. നേരത്തെ സ്റ്റാർലിങ്കും റിലയൻസും തമ്മിൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലൈസൻസുകൾ കൈവശപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും കേസുകളും നിലവിലുണ്ടായിരുന്നു. ഇതും ഇന്ത്യ ഗവൺമെന്റിന്റെ ലൈസൻസ് തീരുമാനങ്ങളെ സ്വാധീനിച്ചിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യയെ വിട്ടുകളയാൻ ഇലോൺ മസ്ക് ഒരിക്കലും തയ്യാറല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിൽ ടെസ്ല കാറുകൾ ഇറക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും നടപടികളും ഇലോൺ മസ്കിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ടെസ്ല കമ്പനി ആരംഭിച്ചത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, അതൊന്ന് പോയി കണ്ടു നോക്കൂ. ഇനി ഇന്റർനെറ്റിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇന്ത്യക്ക് പുറമെ 125ലധികം രാജ്യങ്ങളിൽ സ്റ്റാർലിങ്ക് പ്രവർത്തനം തുടങ്ങാൻ പോകുകയാണ്. ഇനി ഈ സ്റ്റാർലിങ്ക് എന്താണെന്ന് ലളിതമായി പറയാം. അമേരിക്കയിലെ സ്പേസ് എക്സ് കമ്പനി വികസിപ്പിച്ചെടുത്ത ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക്. ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ, അതായത് ഭൂമിയിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ, സാധാരണ ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്നും 35,000 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 550 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് സേവനത്തിനായി സ്പേസ് എക്സ് കമ്പനി ഉപയോഗിക്കാൻ പോകുന്ന ഉപഗ്രഹങ്ങളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഏകദേശം 35,000-ഓളം. 2019 തുടങ്ങിയ ഈ ഉപഗ്രഹ വിക്ഷേപണം ഇപ്പോൾ ഏകദേശം 7,000-ൽ എത്തി നിൽക്കുന്നു. 12,000 ഉപഗ്രഹങ്ങൾ വിക്ഷേപത്തിന് ഒരുങ്ങി നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ലോ ഓർബിറ്റ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നലുകൾ സാധാരണ ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് ശക്തിയോടെയും വേഗത്തിലും ഭൂമിയിൽ എത്തും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇടതടവില്ലാതെ വേഗത്തിലുള്ള ഇന്റർനെറ്റ് നമുക്ക് ഉപയോഗിക്കാം എന്നർത്ഥം. ഇനി നമ്മളെ ശരിക്കും ഞെട്ടിക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല, ഇതിന്റെ നെറ്റ്വർക്ക് കവറേജ് ആണ്. സാധാരണ മൊബൈൽ നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് ഇതിന് റേഞ്ചിന്റെ ഒരു പ്രശ്നമേ ബാധിക്കുകയില്ല. ഇത്തരം സാറ്റലൈറ്റുകളിൽ നിന്നുള്ള സിഗ്നലുകൾ ഭൂമിയുടെ ഏത് കോണിലും ചെന്നെത്തും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഈ സേവനം നിലവിൽ വരുന്നതോടെ നഗരമെന്നോ ഗ്രാമപ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അതിവേഗ ഇന്റർനെറ്റ് സേവനം നമുക്ക് ലഭ്യമാകും. റിലയൻസ് ജിയോയുമായുള്ള കരാർ പ്രകാരം സ്റ്റാർലിങ്കിന്റെ ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ട എല്ലാ ഉപകരണങ്ങളും, അതായത് ചെറിയ മോഡം, ആന്റിന, പവർ അഡാപ്റ്റർ എന്നിവയെല്ലാം ജിയോ സ്റ്റോറുകൾ വഴി നമുക്ക് വാങ്ങി വീട്ടിൽ ഉപയോഗിക്കാം. എന്നാൽ എയർടെൽ ഒരു പടി കൂടി കടന്ന് സ്റ്റാർലിങ്കിനെ തങ്ങളുടെ നെറ്റ്വർക്കുമായി സംയോജിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കമ്പനികളുമായുള്ള കരാറുകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഓഹരി വിപണികളിലും രണ്ട് കമ്പനിയുടെയും ഷെയറുകളിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. ഡിലോയിറ്റിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സാറ്റലൈറ്റ് സേവന മേഖല 2030ഓടെ പ്രതിവർഷം 36% വളർച്ചയാണ് കാണിക്കുന്നത്. അതായത് ഏകദേശം 1,650 കോടി രൂപയോളം വരും ഇത്. അവസാനമായി ഈ സംയുക്ത ഇന്റർനെറ്റ് സേവനം നിലവിൽ വരുന്നതോടെ ഇന്ത്യയിലെ ഇന്റർനെറ്റ് സേവനം നാം മുമ്പെങ്ങും കണ്ടില്ലാത്ത വിധം നവീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.